पीछे 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 छत्रपति शिवाजी महाराज की जय भवानी जय അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും റാപ്പലിങ് നമുക്ക് സിപ്പ് ലൈനും റാപ്പലിംഗ് ഉണ്ടായി. അതിൽ റാപ്പലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു 3400 ഒരു മഹാരാഷ്ട്രയിലെ ചലഞ്ചിങ് ആൻഡ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജീവ്ദാൻ ഫോർട്ട് ട്രെക്ക് ട്രാവലേഴ്സിന്റെ ഫേവറേറ്റ് ആവാൻ കാരണം ഇവിടുത്തെ സിപ്പ് ലൈൻ ആൻഡ് റാപ്പലിംഗ് ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ടാണ്. 3400 ഒരു പാക്കേജ് എടുത്തത്. മൊത്തം ട്രാവലിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, അക്കോമഡേഷൻ, ഒരു അക്കോമഡേഷൻ, ബേസ് ക്യാമ്പിൽ നിന്നുള്ള യാത്ര എല്ലാം കൂടെ കൂട്ടി 3400 ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ആ കൊടുത്ത കാശുള്ള ഒരു സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർത്താ, നമുക്കൊരു റിഗ്രറ്റ് ഇല്ല അതിൽ. കാരണം സമയം എത്ര മണി? ഒരു 6:30 ആയിട്ടുള്ളൂ കേട്ടോ. ഒരു 6:30 അല്ലേ സമയം? ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട് ഏകദേശം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ജയ്ദാൻ ഫോർട്ടിൻ്റെ താഴെ വന്നിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രെക്ക് ചെയ്തിട്ട് വേണം നമുക്കിവിടെ പോകാനായിട്ട്. ഞാൻ ഫോർട്ട് കാണിക്കാം. ആ കാണുന്ന ഒരു റോക്കിലോട്ട് നമ്മൾ റാപ്പിൽ ചെയ്ത് പോയിട്ട്, സിപ്പ് ലൈനിൽ കൂടെ പോയിട്ട് റാപ്പിൽ ചെയ്ത് താഴോട്ട് ഇറങ്ങും. അപ്പോൾ മുംബൈയിൽ നിന്ന് ഒരു ടീം, പൂനെയിൽ നിന്ന് ഒരു ടീം, അങ്ങനെ ഒരു 10-40 ആൾക്കാരുണ്ട് മൊത്തം ടോട്ടൽ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 6 മണിയപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ്. അപ്പോൾ ഒരു ട്രാവലറിൽ അവരവിടെ നിന്ന് ബേസ് ക്യാമ്പിൽ നമ്മളിവിടെ എത്തിച്ചു. അവിടെ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ടീം ഗൈഡ് ഉണ്ട്. പുള്ളി എന്തൊക്കെയോ പറയാനായിട്ട് വിളിക്കാം. അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. ഇവിടെ നമുക്ക് ഹാർനസും അതേപോലെ തന്നെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഹെൽമെറ്റ് ഇവിടെ നീട്ടി നമ്മളപ്പോൾ ഒരു 1.5 മണിക്കൂർ യാത്ര എന്നാണ് പറഞ്ഞത്. നമുക്ക് ആ ഫോർട്ടിലോട്ട് എത്തണം അല്ലേ ശബരി? 1.5. ഈ ഒരു വാലി നമുക്കിപ്പോൾ റെയിനി സീസണിൽ വന്നിരുന്നെങ്കിൽ റിവേഴ്സ് വാട്ടർഫോൾ, നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കണ്ട് ഫേമസ് ആയിട്ടുള്ള റിവേഴ്സ് വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് മഴക്കാലമൊന്നല്ല, മൺസൂൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ച മിസ്സായി. നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ 1.5 മണിക്കൂറോളം മിനിമം നടന്നിട്ട് വേണം നമുക്ക് ഏറ്റവും ടോപ്പിലെത്താനായിട്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ സിപ്പ് ലൈൻ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ, ഫുൾ പുല്ലുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാട് പോലുള്ള ഒരു ഏരിയയിലോട്ട് നമ്മൾ കയറുകയാണ്. ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സ്റ്റെപ്സ് വരുന്നത്. ആ ഫോർട്ടിലോട്ടുള്ള എൻട്രി അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളുടെ കൂട്ടത്തിലെ ബാക്കി മെമ്പേഴ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അതിൽ ഒട്ടുമിക്ക ആളുകളും ശിവജി ഫാൻസ് ആയിരുന്നു, ഛത്രപതി ശിവജി. അപ്പോൾ ശിവജിക്ക് ജയ് വിളിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും കയറിയത്. അപ്പോൾ അവരുടെ ഒരു എനർജി കണ്ട് കൂട്ടത്തിൽ അവരുടെ ഒപ്പം ഞങ്ങളും കൂടിയായിരുന്നു. छत्रपति शिवाजी महाराज की जय भवानी जय शिवाजी. ഇത്ര നേരം നടന്നിട്ട് ഇപ്പോഴാണ് നമ്മളൊരു സ്റ്റീപ്പായിട്ടുള്ള കയറ്റം കയറുന്നത്. അത്യാവശ്യം ടൈറ്റാണേ. എല്ലാവരും അണച്ചവിടെ നിൽക്കുക. കുറേ പേരൊക്കെ കയറി മുന്നിലെത്തി. കാണിച്ചു തരാം. विष्णु से हाय. ഹായ്. ജീവ്ദാൻ ഫോർട്ടിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറാത്ത എംപയേഴ്സ് അവരുടെ ഭരണകാലത്ത് ഒരു വാച്ച് ടവർ ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റെപ്പ് എല്ലാം കയറി നമ്മൾ നേരെ ജീവ്ദാൻ ഫോർട്ടിന്റെ മുകളിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്, അതേപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആണിത്. റെയിനി സീസൺ ആണെങ്കിൽ നല്ല സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്ക് ക്ലൈംബ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി കഴിഞ്ഞ് 7:30 അടുത്തായിട്ടുണ്ട്. സൺലൈറ്റ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് വന്നു തുടങ്ങിയൊരു സമയമായി തുടങ്ങി. ഞങ്ങൾ ആകെ കൂടെ ഒരു ബോട്ടിൽ വാട്ടറും പിന്നെ ഒരു 1-2 ഓറഞ്ചും ആണ് ബാഗിൽ ആകെ കൂടെ കരുതിയിട്ടുള്ളൂ. കാരണം ഒരു ഉച്ചയോടുകൂടെ തന്നെ ഓവറോൾ ട്രെക്കിങ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരണം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
ഫൈനലി വി റീച്ച് ദ ടോപ്പ് ഓഫ് ദ ജിർദാൻ ഫോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മുകളിലെത്തിയേക്കാണ്. ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്, വെറൈറ്റി അടിപൊളി കുറേ ചെടികളും പൂക്കളും എല്ലാം ഉണ്ട്. നല്ല മനോഹരമായൊരു അറ്റ്മോസ്ഫിയറാണ് അത്. ഓക്കെ, നമ്മളിപ്പോൾ ടോപ്പിലെത്തി. ഇനി ഇവിടെ നമുക്ക് റാപ്പൽ ചെയ്തിട്ട് വേണം അടുത്ത മലയിലോട്ട് പോകാനായിട്ട്. സോറി, സിപ്പ് ലൈൻ വഴി അടുത്ത മലയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് റാപ്പൽ ചെയ്ത് താഴോട്ട് ഇറങ്ങും നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ക്രൗഡ് ഫുള്ള് നമ്മളിങ്ങനെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇവിടെ ഡ്രോൺ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സിപ്പ് ലൈൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ, നമുക്ക് ഒരു ഡ്രോൺ വീഡിയോ വേണമെങ്കിൽ 1000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഒരു വീഡിയോക്ക്. हम छोड़ दो, ऊपर वाला नीचे पकड़ो, नीचे उसका पकड़ो. हाँ, धीरे से धीरे से धीरे से. ഓക്കെ. हाँ, यस, ओके. സിപ്പ് ലൈൻ ഇതിനു മുമ്പ് പലതവണ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹൈറ്റിൽ നിന്ന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പേടി ആദ്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയി. 3750 അടി ഉയരത്തിലാണ് നമ്മൾ ഈ സിപ്പ് ലൈൻ ആക്ടിവിറ്റി ചെയ്തത്. നമ്മൾ ഏകദേശം ഒരു 30 പേരുടെ ടീമായതുകൊണ്ട് തന്നെ ഒരു 1.5 hours വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അറ്റ് എ ടൈം ഒരാൾക്കാണല്ലോ ചെയ്യാൻ പറ്റുന്നത്. സിപ്പ് ലൈൻ ചെയ്ത് നേരെ വന്നു കഴിഞ്ഞാൽ ഹുക്ക് എടുത്ത് നമ്മൾ നേരെ ആ പാറയിലുള്ള റോപ്പിലോട്ട് വേഗം കണക്ട് ചെയ്യും. കാരണം ആ ഒരു സ്പേസ് കണ്ടാൽ മനസ്സിലാവും, വളരെ ചെറിയൊരു സ്പേസാണ്. മാക്സിമം ഒരു 4-5 ആൾക്ക് മാക്സിമം നിൽക്കാൻ പറ്റുന്ന ചെറിയൊരു സ്പേസ്. അപ്പോൾ ഇതേപോലെ ആ സേഫ്റ്റി ഹാർനസ് ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നത് ഭയങ്കര റിസ്ക് അവിടെ. നമ്മുടെ ഈ ട്രെക്കിങ്ങിലെ ഏറ്റവും മോസ്റ്റ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ 100 മീറ്റർ താഴോട്ട് റാപ്പൽ ചെയ്ത് ഇറങ്ങുന്നത്. അതിനായിട്ട് ഇവർ 2 സെറ്റ് റോപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് എ ടൈം 2 പേർക്ക് നമുക്ക് റാപ്പിൽ ചെയ്ത് ഇറങ്ങാൻ പറ്റും. ഞാൻ ആദ്യം ഈ വീഡിയോ ഗോപ്രോ വെച്ച് ഷൂട്ട് ചെയ്യാനാണ് ആദ്യം കരുതിയത്. കാരണം സിപ്പ് ലൈനിൽ ഞാൻ ഗോപ്രോ ആണ് യൂസ് ചെയ്തത്. പിന്നെ മനസ്സിലായി, കാരണം ഇതാണ് ഇതിൻ്റെ ഈ ട്രെക്കിങ്ങിൻ്റെ ഹൈലൈറ്റ് പാർട്ട്, ഈ റാപ്പലിംഗ് തന്നെയാണ്. അപ്പോൾ പിന്നെ അത് ഏറ്റവും വൃത്തിക്ക് ചെയ്യണമെങ്കിൽ ഡ്രോൺ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു 1000 രൂപയാണ് ഇവർ ഡ്രോൺ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇന്ന് ചാർജ് ചെയ്തിരുന്നത്. പക്ഷേ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം അത്രയും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയൽ വ്യൂ മൊത്തം വന്നിട്ടുണ്ട്. സോ എനിക്കതിൽ റിഗ്രറ്റ് ഒന്നും തോന്നിയില്ല, ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ റാപ്പലിംഗ് ഒരു ഫസ്റ്റ് ഒരു ആദ്യത്തെ മിനിറ്റ് എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി, ശരിക്കും പേടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് പിടിയിട്ട് പിന്നെ ഒന്ന് കൂളായിട്ട് ഇറങ്ങാൻ പറ്റി. പക്ഷെ ഇത് ഞാനിങ്ങനെ പറയുന്നതിൽ ഒരു എത്രത്തോളം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിയുന്നില്ല. ആ റോക്കിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട് നമുക്ക്, അത് ശരിക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. ഇപ്പം എന്തായാലും വണ്ടി അവിടെ കാത്തിക്കാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ താഴെ എത്തുമെന്നാണ് പറയുന്നത്. ഇത് ഇറങ്ങിയിട്ട് എനിക്ക് കണ്ടിട്ട് ഒന്നുമില്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കുമായിരിക്കും. ശരിക്കും ഇത് മൺസൂൺ ടൈമിൽ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഇവിടെയൊക്കെ ചെറിയ ചെറിയ വാട്ടർഫോൾ പോലെയൊക്കെ ഇങ്ങനെ വരുന്ന നമ്മളെല്ലാവരും ഇൻസ്റ്റയിലൊക്കെ കണ്ടല്ലേ, സഹയാദ്രി മൗണ്ടൻസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിവേഴ്സ് വാട്ടർഫോളുള്ള ഏരിയ. അപ്പോൾ ഇവിടെയൊക്കെ മൺസൂൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ സ്ലിപ്പറിയാണ്, ഡേഞ്ചറസ് ആണ്. പക്ഷെ അതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരിക്കും, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും ഇപ്പം ഇത്തിരി സേഫാണ്, നമുക്ക് നടക്കാം.